അതെ, എഐക്ക് ഇപ്പം കോണ്ടന്റ് ജനറേറ്റ് ചെയ്യാനും ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്യാനും പിന്നെ കോഡിങ് ഒരു 50% ചെയ്യാനൊക്കെ പറ്റും. അപ്പം നിങ്ങൾ ഇപ്പോൾ ഉടനടി ആക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ജോബ് ഭാവിയിൽ ഓട്ടോമേറ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത ഉണ്ട്. അപ്പം അങ്ങനെ ചെയ്യാതിരിക്കാനായിട്ട് കുറച്ച് സ്കിൽസ് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രോംപ്റ്റ് എഞ്ചിനീയറിങ്. അപ്പോൾ നിങ്ങൾ എന്ത് ജോലി തന്നെയായിരുന്നു നിങ്ങളൊരു എയുടെ ബേസിക് ഫൗണ്ടേഷൻ ഉണ്ടാക്കി വയ്ക്കുക. പിന്നെ ക്ലിയർ കൺസൈറ്റ്സ് ആയിട്ട് നമുക്ക് എഐക്ക് എങ്ങനെ ഇൻപുട്ട് കൊടുക്കാമെന്നുള്ള കാര്യങ്ങൾ പഠിച്ചു വച്ചിരിക്കുക. പാറ്റേൺ റെക്കഗ്നീഷനിലും ഡേറ്റാ സിന്തസിസിലേക്ക് ഒരുപാട് മുന്നോട്ടാണ്. പക്ഷേ എപ്പോഴും ഹ്യൂമന് മാത്രമേ അതിൻ്റെ അകത്ത് ഹ്യൂമൻ കോണ്ടെക്സ്റ്റും ജഡ്ജ്മെൻറ്റൊക്കെ വാല്യുവേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫാക്ട്സ് വാല്യുവേറ്റ് ചെയ്യാനും ബയാസസ് കണ്ടുപിടിക്കാനും ലോജിക്കൽ എറേഴ്സ് കണ്ടുപിടിക്കാനും ഒക്കെ ഉള്ളൊരു കഴിവ് ഡെവലപ്പ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ദെൻ എക്ക് ഡെഫിനറ്റ്ലി ഹ്യൂമൻ ബീങ്സിനെക്കാട്ടി ഐക്യു കൂടുതലായിരിക്കും. അപ്പം നമുക്ക് ഈക്യു വേണ്ട ജോബ്സ്, അതായത് ലീഡർഷിപ്പ് റോൾസ്, നെഗോസിയേഷൻ സ്കിൽസ്, സെയിൽസ് സ്കിൽസ്, കൊളാബറേഷൻ, കമ്മ്യൂണിക്കേഷൻ, അങ്ങനത്തെ ഉള്ള സ്കിൽസ് നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അങ്ങനത്തെ ജോബ് റോൾസ് ഒരുപാട് ഇനിയുള്ള കാലഘട്ടത്തിൽ സ്കോപ്പ് കാണുമെന്നാണ് റിസർച്ച് അനലിസ്റ്റുകൾ പറയുന്നത്. സോ അങ്ങനത്തെ സ്കിൽസ് നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് വയ്ക്കുക. ഒരിക്കലും ഒരു AI ടൂളിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഒരു മനുഷ്യനും ട്രസ്റ്റ് കിട്ടത്തില്ല. എപ്പോഴും ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനും കണക്ടിവിറ്റി ബിൽഡ് ചെയ്യാനൊക്കെ ഒരു ഹ്യൂമൻ ടു ഹ്യൂമൻ കോൺവെർസേഷൻ ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് റിലേ ചെയ്യുക എന്നുള്ളതാണ്. ദെൻ ഇന്നത്തെ കാലത്ത് പഴയ കാര്യങ്ങൾ എത്ര പെട്ടെന്ന് അൺലേൺ ചെയ്യാനും പുതിയ ടൂൾസും വർക്ക് ഫ്ലോസും എത്രത്തോളം പെട്ടെന്ന് അഡാപ്റ്റായി പഠിച്ചെടുക്കാൻ പറ്റുന്നതിലാണ് ഒരു കരിയറിൽ ഒരു ഹ്യൂമൻ ബീങ് സക്സസ് ഇരിക്കുന്നത്. സോ പുതിയ കാര്യങ്ങൾ ഡെയിലി പഠിച്ചുകൊണ്ടിരിക്കുക, ലേണിംഗ് ഒരു ഡെയിലി ഹാബിറ്റാക്കി മാറ്റുക എന്നുള്ളതാണ്. എക്ക് എക്സിസ്റ്റിംഗ് ഡേറ്റ ഉപയോഗിച്ച് ട്രൂ ഡൈവേർജൻ്റ് ആയിട്ടുള്ള ക്രിയേറ്റീവ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ കഴിയും. പക്ഷേ എപ്പോഴും ഒരു ഹ്യൂമന് മാത്രമേ ഒരു ക്രിട്ടിക്കലായിട്ടുള്ള പ്രോബ്ലംസ് കണ്ടുപിടിക്കാനോ അത് ഇവാലുവേറ്റ് ചെയ്യാനും സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ഒരു ഹൈബ്രിഡായിട്ട് ഉപയോഗിച്ചിട്ട് ടൂൾസ് ഉപയോഗിച്ചിട്ട് ഇത്തരത്തിലുള്ള പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുക. അങ്ങനെയുള്ള സ്കിൽസ് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ 5 സ്കിൽസ് ഡെവലപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾക്ക് എയെക്കുറിച്ച് പേടിക്കേണ്ട വരത്തില്ല, സക്സസ്ഫുൾ കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റും.